ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നെന്താ ഗുഡ് മോർണിംഗ് ഇല്ലാത്തതെന്നല്ലേ? സമയം 1 മണിയായി, ഇപ്പോഴും ഇറങ്ങിയില്ലേതാ, ഏകദേശം ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാൾ റോഡിലൊന്ന് പോയിട്ട് നിസാംക്ക ഉണ്ട് അവിടെ, ആ പുള്ളിക്കാരൻ്റെ ഒരു ബായ് പറയാം. മൂപ്പര് ഇപ്പോൾ അങ്ങോട്ട് പോയതാണ്. മൂപ്പര് ആൾ ഇവിടുത്തെ ഗൈഡാട്ടോ, മണാലിത്തെ. അപ്പോൾ ഏതൊരു ക്ലയൻറ്റ് വന്നിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു ബായ് ഒക്കെ പറഞ്ഞിട്ടും എല്ലാം അവിടെ നിന്ന് പോവാം. അപ്പോൾ ഇന്ന് മണ്ടി എത്താൻ പറ്റില്ല, 104 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പം പോയി നോക്കാം, എവിടെ എത്തണോ അവിടെ നിൽക്കാം. അപ്പം എന്നാൽ വല്ല ഇവിടെ നിന്ന് ഇറങ്ങാം. ബാഗൊക്കെ സെറ്റായിട്ടോ, ഇനിയിപ്പോൾ നേരെ പോയാൽ മതി. നോക്കിയറിയ നിങ്ങൾ ഇറക്കി വിടണോ? ഞങ്ങളിവിടെ എത്തി. പോയിട്ട് വാ, കാണാം. അപ്പം നിസാംക്ക ഓക്കെ, കാണണം പിന്നെ. അപ്പം നോക്കെ അപ്പം നിസാംക്ക പോയി, നമുക്ക് നേരെ മാൾ റോഡിലേക്ക് തന്നെ പോവാം. കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. എന്തായാലും റൈഡൊക്കെ ഏകദേശം തീരുമാനമാവാനായിക്കണ്. ഇനിയിപ്പോൾ ഒരു 20 ദിവസമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? കഷ്ടിച്ചിട്ട്. ഞങ്ങളിതാ മാൾ റോഡിലെത്തി. അപ്പം ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ്. ഞങ്ങൾ റോത്താങ് പാസ് പോയല്ലോ. അപ്പോൾ സൈക്കിളിന് പോകാൻ പെർമിറ്റ് ഒന്നും വേണ്ട കേട്ടോ. വണ്ടിക്കും കാറിനും പിന്നെ ലോറിക്കൊക്കെ വേണം, സൈക്കിളിന് വേണ്ട. ഒരു പെർമിറ്റും വേണ്ട, കയറി പോകാൻ ഒരു കുഴപ്പമില്ല. പിന്നെ പറയുകയാണെങ്കിൽ കയറ്റം ഒരു ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? മണാലിയിൽ നിന്ന് 51 കിലോമീറ്റർ ഉണ്ട് മണാലിയിൽ നിന്ന് റോത്താങ് വരെ. ഏകദേശം 13,000 ചില്ലാൻ അടി ഉണ്ട് ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ അത് വലിയ കുഴപ്പമുള്ള ഇതൊന്നും അല്ല കേട്ടോ. സുഖമായിട്ട് കയറാം. നമുക്ക് ഏകദേശം ഇപ്പോൾ പറയാം, നമ്മൾ വയനാട് ചുരല്ലേ, അത്രയും കൂടി ഇല്ലാതാണ്. എനിക്കൊരു അത്ര റിസ്ക് ഇല്ല കയറാനൊക്കെ, സിമ്പിളാണ്. പിന്നെ കുറച്ച് ടഫ് തോന്നിയെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ജലോരി പാസ്സാണ്. നമ്മൾ ഹിമാചലിൽ അവിടെ ഒരു വീട്ടിൽ നിന്നില്ലേ ജലോരിയിൽ, പാസിൻ്റെ അടുത്ത് അത് 10,000 സംതിങ് അടിയാണ്. പക്ഷെ അത് ഭയങ്കര കയറ്റാണ്. അന്ന് കണ്ടിട്ടുള്ളൂ ആ വീഡിയോയിൽ. അതാണ് കുറച്ചും കൂടി ടഫായിട്ട് തോന്നി. ഇത് റോത്താങ് ഒരു കുഴപ്പമില്ല കേട്ടോ. മണാലിയിൽ നല്ല സുഖമായിട്ട് പോവാം സൈക്കിൾ മേലെ. ചേട്ടാ ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തോന്നി. പിന്നെ പറഞ്ഞാൽ ഓരോ സീസണാണ്. ഇപ്പോൾ അവിടെ വിൻ്റർ സീസൺ ആയതിനെ കൊണ്ടാണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റാഞ്ഞ്. അതുകൊണ്ടാണല്ലോ റോത്താങ് തിരിച്ചു വന്നത്. അല്ലേ ലേ വഴി കാശ്മീരിലേക്ക് പോയാൽ മതി. പക്ഷെ അത് പറ്റൂല, അവിടെ ഫുൾ ഐസായി കിടക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇത് വെച്ചതെന്ന് വെച്ചാൽ, അടുത്തൊരു സമ്മറൊക്കെ ആകുമ്പോഴത്തേന് ഹിമാചൽ മാത്രം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അതെന്തായാലും നോക്കാം, ഈ യാത്ര കേട്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ ചെയ്യാം നമുക്ക്. അപ്പം എന്നാൽ ഇവിടുന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം, എന്നിട്ട് മെല്ലെ നമുക്ക് റൈഡ് തുടങ്ങാം.
അപ്പോൾ ഇതാണ് കേട്ടോ ഹിമാചലി ക്യാബ്. ഇവിടെ എല്ലാവരും തലയിൽ കണ്ടില്ല, ഇനിയിപ്പോൾ നമ്മളായിട്ടിടാൻ നിൽക്കണ്ട. അവിടുത്തെ കൈത്തറിയാന്നൊക്കെ പറയണേക്കാം, കൈ കൊണ്ടുണ്ടാക്കണേ. മറ്റേ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ ഉണ്ട്. പക്ഷേ എല്ലാവരുടെ തലയിലും കാണാം, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരുടെ കൈമലും, എല്ലാവരുടെ തലമലും. അപ്പോൾ എന്തായാലും നമുക്ക് വല്ല ഒരു ചായപ്പീടി ഉണ്ട്, അന്ന് കുടിച്ചില്ലേ നല്ല അടിപൊളി ചായ. അവിടെ പോയി ഒരു ചായ കുടിക്കുക. നല്ല കിടിലൻ ചായ കേട്ടോ ഇവിടുത്തെ. ഇരുന്നൂറ്. ആ ഡൈസ് 200. അടിച്ചു പഠിച്ച് 250 ആണോയ്ക്കൂ. വേറൊക്കെ മനസ്സിലാവും, ഇത് മനസ്സിലാവേ ഇല്ല. നമ്പർ പറഞ്ഞാണ് 100 വരെ നോക്കായിരുന്നു. പക്ഷെ ഞാൻ തിന്നു നോക്കാം. आगे आप लोग हाँ भैया, हाँ हाँ रोहतांग. അപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് പറയണ്ടല്ലോ, എന്തായാലും ഇതും കൂടി കഴിക്കുക, എന്നിട്ട് വല്ല റൈഡ് തുടങ്ങട്ടോ. അപ്പോൾ ഇവിടുന്ന് പോവല്ലേ മാൾ റോഡിൽ സമയം 4:30 മണിയായി. അപ്പോൾ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു പന്തറില്ലേ, നമ്മൾ ഒരു ഗുരുദ്വാരയിൽ നിന്നില്ലേനോ, അപ്പോൾ അവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് സ്റ്റേ കിട്ടും. അപ്പോൾ എന്നാൽ അങ്ങോട്ട് പോവാം. അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാം. അപ്പം മണാലി വിടാൻ സമയമായിട്ടോ. അപ്പോൾ ഇനിയിപ്പം എല്ലാം ഇറങ്ങി പോവാ. ഇറങ്ങിയോ? കോഴിക്കോട്. നിങ്ങളെവിടാ? എവിടെ? പത്തനംതിട്ട. ആ ഹാ ഹാ. ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. ആ ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ ഇവിടെ പോയി റോത്താങ് കയറി ഇറങ്ങി. അടിപൊളി ഒരു പാലുണ്ട് കേട്ടോ, ഫുള്ള് ആ ടിബറ്റൻ ഫ്ലാഗാണ്. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഞാൻ പോളി എനിക്ക് അവിടെ വരെ എടുത്തോ ടീം.
നല്ല അടിപൊളി പാലം കേട്ടോ. ഈ ടിബറ്റൻ ഫ്ലാഗിൻ്റെ എന്ന് പറഞ്ഞാൽ കളറൊരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്നാൽ ഇവിടെ കുറച്ച് നേരം നിന്ന് ഇനിയിപ്പോൾ മെല്ലെ പോവാം. ഇരുട്ടി തുടങ്ങി കണ്ടില്ലേ. പെട്ടെന്ന് നമുക്ക് പോകണം, എന്തായാലും രാത്രിയാവും. ഞാൻ സൂക്ഷിച്ച് പോവാം. നമ്മൾ മണാലിയിലേക്ക് വരുമ്പോൾ നിന്നൊരു പമ്പില്ലേ, ഇവൻ്റെ പഞ്ചറായി. ആ പമ്പ് തന്നെ കേട്ടോ അത്. അപ്പം ഇവിടുന്നും ബുന്ദറിലേക്കൊരു 29 കിലോമീറ്റർ. അപ്പം ബിസ്ക്കറ്റ് ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും അത് കഴിച്ച് കഴിഞ്ഞ് മെല്ലെ ബുന്ദറിലേക്ക് പോവാം. ഇപ്പോൾ റോഡൊക്കെ നല്ല മോശമായിരിക്കണം കേട്ടോ. എന്തായാലും അങ്ങനെ പോവാം മെല്ലെ. 10 കിലോമീറ്റർ ഓടി. അതന്നെ ഒരു 10 കിലോമീറ്റർ ഈ ലൈറ്റാണ് ഉള്ളത് കണ്ടില്ലേ. അത് വെച്ചിട്ട് അങ്ങനെ പോവാം. അപ്പോൾ അത് പുതിയൊരു ഡിഷ് കിട്ടിയിരിക്കുന്നു, സിഡ്ഡു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതില്ലേ ഇഡ്ലിൻ്റെ ഉള്ളിൽ കുറച്ച് ദാലൊക്കെ ഇട്ടാൽ മതി, ആ ഒരു ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കാം. ഗുരുദ്വാര ഇവിടെ തൊട്ടടുത്ത് തന്നെ, എന്നിട്ട് അങ്ങോട്ട് പോകാട്ടോ. എന്തോ പരിപാടി നടക്കുന്നുണ്ട് കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ഇവിടെ. എന്തായാലും പോയി നോക്കാം. അതെയാ അപ്പോൾ വീണ്ടും ഈ ബുന്ദറിലുള്ള ഈ ഗുരുദ്വാരയിലാണ് എത്തി. അപ്പോൾ അന്ന് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് ബന്ദർ എന്നാന്ന് തോന്നുന്നത്. സോറി കേട്ടോ, തെറ്റിപ്പോയതാണ്. ബുന്ദർ എന്നാണ്. ഇപ്പം നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഫുഡ് ഉണ്ട്. അപ്പം തല മറച്ചാൽ മതി, അതിൻ്റെ ഉള്ളിൽ പോയി കഴിക്കാം. അപ്പം വേഗം പോയിട്ട് ഫുഡ് കഴിക്കാം. ഈ ഗുരുദ്വാരത്തെ ഫുഡ് കഴിക്കാനേ വേറെ തന്നെ ഒരു രസമാണ്. അടിപൊളിയാണ്. ഇങ്ങനത്തെ തല്ലത്താ അവന് തിന്നിട്ട് പറയാൻ നേരമില്ല. തിന്നുമ്പോൾ ചോദിക്കലോ. വെള്ളം കുടി. അപ്പോൾ ഇത് ഉറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്നിപ്പോൾ തുടങ്ങി ജഗസൂക്കുന്നു, നേരെ മാൾ റോഡ് പോയി, പിന്നെ എന്താ ബുന്ദറിലെത്തി. ഏകദേശം ഒരു 54 കിലോമീറ്റർ നോട്ടിയുണ്ടാവും. പിന്നെ ഇറക്കം അതിനെക്കൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലാണ്. പിന്നെ ഒരു ഏകദേശം പകുതി കഴിഞ്ഞപ്പോഴാണ് റോഡാകെ മോശമായത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളെ എണീച്ച് വണ്ടിയിലേക്ക് പോവാം. ചിലപ്പോൾ വണ്ടി കഴിയും, ചിലപ്പോൾ വണ്ടിയിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ വണ്ടിയിൽ നിൽക്കാം. അപ്പോൾ എന്നാൽ കിടന്നുറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്.